നമ്മളിലേക്ക് ഇപ്പോൾ ഒരു ലിബറൽ സംസ്കാരം കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചുകൊണ്ട് മാറുന്ന ആളുകളായിട്ടുണ്ട് നാമും നമുക്ക് ചുറ്റുമുള്ള സമൂഹങ്ങളും. അത് ബോധപൂർവമായിക്കൊണ്ടുള്ള ഒരു എഫേർട്ട് തന്നെയാണ്. അങ്ങനെ സ്വാഭാവികമായിക്കൊണ്ടല്ല നമ്മളിങ്ങനെ മാറുന്നത്. നമ്മുടെ വിവാഹ സൽക്കാരങ്ങൾ, അതിലുള്ള ആഘോഷങ്ങൾ, സെലിബ്രേഷൻസ്, അത് മാറുന്നത് അതിൻ്റെ പിന്നീട് ഒരു അജണ്ടയുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നാം തുള്ളിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംസ്കാരം, അതുപോലെ തന്നെ ഒരു DJ പാർട്ടിയുടെ ഒരു സംസ്കാരം, അതും വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നത്. വിവാഹ സദസ്സുകളിൽ, ക്യാമ്പസുകളിൽ ഇതൊരു അവിഭാജ്യ ഘടകമായിക്കൊണ്ട് അവിടെ ഇസ്ലാമിന് ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ട്. ഈ ഒരു വിഷയത്തെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിന് സോഷ്യൽ മീഡിയ ഒരു പങ്കും വഹിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് എനിക്ക് തോന്നുന്നത് അതിലിപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യം എടുത്താൽ ഈ DJ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഒരു സെലിബ്രേഷൻ കൾച്ചർ മാത്രം എടുത്താൽ തന്നെ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് എല്ലാം സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടതാണെന്നുള്ള ചിന്ത വന്നത്. നിങ്ങളൊന്ന് എടുത്തു നോക്കി നോക്കുക, ക്യാമറ ഇല്ലാതെ എന്നൊരു പരിപാടി ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ശരിക്കും പരിപാടികൾ തന്നെ ക്യാമറയ്ക്ക് വേണ്ടിയാണ്. അതാണ് കറക്റ്റ്. അപ്പോൾ എന്തിനാണ് ശരിക്കും നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലൊരു പ്രൈവറ്റ് ആയ ഒരു സന്തോഷം പങ്കുവെക്കുമ്പോൾ ഇതിനവിടെ ക്യാമറയിൽ എടുക്കുമ്പോൾ, ഞാൻ ഇത് കേൾക്കുന്ന ആളുകൾക്ക് പലപ്പോഴും പല കോൺടാക്ട്സിലുള്ള ആളുകളുണ്ടാവും, പക്ഷെ എല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ. ശരിക്കും ഈ ഷെയറിംഗ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മളെ സന്തോഷം കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അത് സയന്റിഫിക്കലി നമുക്ക് പ്ലഷർ, നമുക്ക് എൻഗേജ് ചെയ്യുന്ന കാര്യമാണ് സോഷ്യലി എൻഗേജ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ അതിലൂടെ മാത്രമേ നമ്മുടെ സന്തോഷത്തെ വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ഇന്ന് മാറിയിരിക്കുന്നു. അവിടെയാണ് ശരിക്കും സോഷ്യൽ മീഡിയയിൽ ഈ സെലിബ്രേഷൻ കൾച്ചറിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൽ കേൾക്കുന്ന ആളുകൾക്ക് അത്രത്തിന് അറിയാത്ത പേരുകളായതുകൊണ്ട് ഞാൻ എല്ലാം പരാമർശിക്കുന്നില്ല, ചില പേരുകൾ മാത്രമേ ഞാൻ പറയാം. 2025 മാത്രം ലോകോത്തര DJ ബാൻഡുകൾ കോൾഡ് പ്ലേ, അലൻ വാക്കർ, ഞാൻ ഈ പേരുകൾ ഇങ്ങനെ തന്നെ പറയുന്നത് സെർച്ച് ചെയ്യാനൊന്നുമല്ല, പക്ഷേ ഇതൊക്കെ ശരിക്കും നിങ്ങൾ അധികം വൈകാതെ കേൾക്കും. ഇവിടുത്തെ ഏറ്റവും മെയിൻ സ്ട്രീം കാര്യങ്ങൾ കേൾക്കും. കാരണം അവരുടെയൊക്കെ ടൂറുകൾ ഇനി വരാൻ പോകണം. സെപ്റ്റംബറിലൊക്കെ കേരളത്തെ ഇളക്കി മറിക്കുന്ന ടൂറുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇവരെല്ലാം യഥാർത്ഥത്തിൽ US-ലും യൂറോപ്പിലൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ബാൻഡുകളാണ്. എങ്ങനെയാണ് DJ കൾച്ചർ നമ്മുടെ നാട്ടിലേക്ക് വന്നത്? ഇത് മാത്രം നോക്കുമ്പോൾ ആരും ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. നമ്മുടെ കല്യാണങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ്? നമ്മുടെ കുട്ടികളെ ഫ്രഷേഴ്സ് പാർട്ടി എങ്ങനെയാണ്? ഫെയർവെൽ പാർട്ടികൾ എങ്ങനെയാണ്? ഇപ്പോൾ കല്യാണങ്ങളെ കുറിച്ചൊരു വീഡിയോ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ കല്യാണങ്ങളും ചില കോമൺ പാറ്റേൺസ് കാണാൻ പറ്റും. ഇതാണ് ശരിക്കും ഇതിൻ്റെ ഒരു പാത്ത് എന്ന് പറയുന്നത്.